അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മൊബൈലിലെ അഡ്വാൻസ് യൂസേഴ്സിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. അഡ്വാൻസ് യൂസേഴ്സിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതാണ് കുറച്ചും കൂടെയൊക്കെ ബെറ്റർ. അപ്പോൾ ആ വീഡിയോ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, കാണുക. ഇന്ന് രണ്ടാമത്തെ ടോപ്പിക്കിലൂടെ പറയാൻ പോകുന്നത് അഥവാ അഡ്വാൻസ് യൂസേഴ്സ് ആവുന്നതിന് വേണ്ടി ഫോണിൽ വരുത്തുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അഡ്വാൻസ് യൂസേഴ്സ് എന്ന് പറയുന്നത് സാധാരണഗതി നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് കൂടുതൽ ഫീച്ചേഴ്സുകൾ ആഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന വ്യക്തികളെയാണ് അഡ്വാൻസ് യൂസേഴ്സ് എന്ന് പറയുന്നത്. കമ്പനിക്കാർ പോലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ അവർ ഫോണിൽ ഉപയോഗിക്കാറുണ്ട്. അഡ്വാൻസ് യൂസേഴ്സുകൾ എന്താണ് നമ്മുടെ മൊബൈൽ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും പ്രധാനമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു 4-5 പോയിന്റ്സുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, റൂട്ടിങ്. അവരുടെ ഫോണുകൾ റൂട്ട് ചെയ്തുകൊണ്ട് ഫോൺ ഉപയോഗിക്കുക. റൂട്ട് ചെയ്യുന്നതോടെ ഗുണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. 2, ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യുക. 3, റിക്കവറി മോഡ് ഇൻസ്റ്റാൾ ചെയ്യുക. 4, കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യുക. എക്സ്പോസ്ഡ് മോഡ് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു അഡ്വാൻസ് യൂസേഴ്സുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അഡ്വാൻസ് യൂസേഴ്സുകൾ എന്തിനാണ് റൂട്ടിങ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫോൺ റൂട്ട് ചെയ്യുന്നത് എന്തിനാണ് ചോദിക്കുകയാണെങ്കിൽ, ഒരു ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു 100% ഫീച്ചേഴ്സുകൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു പുതിയൊരു മൊബൈൽ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കമ്പനിക്കാർ ഒരു ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏകദേശം ഒരു 40% പകുതി പോലും ഉള്ള ഫീച്ചേഴ്സുകൾ അവർ അതിൽ ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ 100%, ഒരു ഫോണിനെ സംബന്ധിച്ചുള്ള ഒരു ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്ന 100% നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, 100% നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ആ ഫീച്ചേഴ്സുകളെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ റൂട്ട് ചെയ്തിരിക്കണം. റൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പനിക്കാർ നൽകിയിരിക്കുന്ന ഒരു റോം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യും. സോഫ്റ്റ്വെയറും അതുപോലെ എല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഒരു റോം ഒരു കമ്പനി ഒരു പുതിയൊരു മോഡൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിനൊരു റോം ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. ഈ ഒരു റോമിൽ മോഡിഫിക്കേഷൻ വരുത്തുവാൻ, അല്ലെങ്കിൽ ഇവരുടെ സോഫ്റ്റ്വെയർ മോഡിഫിക്കേഷൻ വരുത്തുവാൻ കമ്പനിക്കാർ അനുവദിക്കുന്നില്ല. അതിനുവേണ്ടി അവർ അതിലൊരു ലോക്ക് ചെയ്തിരിക്കും, ഒരു ലോക്ക് ഇട്ടേക്കും. അവരുടെ ഫോണിലേക്ക് ഒരു റോം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫേംവെയർ അവർ അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ യാതൊരുവിധ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തികൾ യാതൊരുവിധ മോഡിഫിക്കേഷൻ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ആ ഒരു റോമിൽ അവർ ലോക്ക് ചെയ്തിരിക്കും. ആ ലോക്കിംഗ് പൊട്ടിക്കുന്ന രീതിയാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. ഈ ലോക്ക് പൊട്ടിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫോണ് നമ്മുടേതാണെന്ന് പറയാൻ സാധിക്കും. നമ്മളുടെ ഇതേ ഇഷ്ടം നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലോക്ക് അൺലോക്ക് ചെയ്യണം. ആ അൺലോക്ക് ചെയ്യുന്ന പ്രക്രിയയാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. റൂട്ടിംഗ് ചെയ്താൽ മാത്രമേ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ, ഒരു ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ ഒരു മൊബൈലിനെ സംബന്ധിച്ചുള്ള 100% ഫീച്ചേഴ്സുകൾ നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുവരാനും അത് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ റൂട്ടിംഗ് എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ഞാൻ ഇട്ടുതരാം. ഓക്കെ. 2, ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണഗതി ആദ്യകാലങ്ങളിലെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ നിന്നും ബൂട്ട് ലോഡർ ഓൾറെഡി അൺലോക്ക്ഡ് ആയിരിക്കും. എന്നാൽ ഇപ്പോൾ എന്നല്ല, ഏകദേശം 4-5 വർഷം കൊണ്ട് 3-4 വർഷം കൊണ്ട് ഇറങ്ങുന്ന ഫോണുകളെല്ലാം തന്നെ ബൂട്ട് ലോഡർ ലോക്ക്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലോക്ക്ഡ് ബൂട്ട് ലോഡർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബൂട്ട് ലോഡർ എന്താണ് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു ഫോൺ ഓഫായിരിക്കുന്ന ഒരു ഫോൺ, നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് ഓഫായിരിക്കുന്ന ഫോൺ നമ്മൾ പവർ ബട്ടനെ ക്ലിക്ക് ചെയ്ത് ഓണാക്കുന്ന സമയത്ത് ഫോൺ ഡയറക്റ്റായിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡയറക്റ്റായിട്ട് ഓപ്പൺ ആകത്തില്ല. ഓക്കെ. ഡയറക്റ്റായിട്ട് നമ്മുടെ ഫോൺ ഓണായാൽ മാത്രമേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിലേക്ക് ഓണായി വരികയുള്ളൂ. അപ്പോൾ ഓഫായിരിക്കുന്ന ഒരു ഫോണ് ഓണാക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് ബൂട്ടിംഗ് ഫയലുകൾ നമ്മുടെ ഫോണിലുണ്ട്. ബൂട്ടിംഗ് ഫയൽ എന്ന് പറയും. ഓക്കെ. ഫോൺ ഓണാക്കുന്നതിന് വേണ്ടിയുള്ള ഫയലാണ് ബൂട്ടിംഗ് ഫയൽ എന്ന് പറയുന്നത്. ഈ ഒരു ബൂട്ടിംഗ് ഫയൽ നമ്മുടെ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓണാക്കുന്ന സമയത്ത് ബൂട്ടിംഗ് ഫയൽ വർക്ക് ചെയ്തിട്ട് ബൂട്ടിംഗ് ഫയൽ എല്ലാം കൂടെ ചേർന്ന് ഫോൺ ഓണാക്കി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് ബൂട്ട് ലോഡർ ചെയ്യുന്നത്. അതായത് ഫോൺ ഓണായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഫോണിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് ബൂട്ട് ലോഡർ ചെയ്യുന്നത്. ഓക്കെ. അതൊരു ലോക്ക്ഡ് ബൂട്ട് ലോഡർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബൂട്ടിംഗ് നടന്നു കഴിഞ്ഞ ശേഷം ബൂട്ട് ലോഡർ സോഫ്റ്റ്വെയർ ബൂട്ട് ലോഡർ ലോഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും മിസ്ലേനിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ഫയൽസുകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ നമ്മുടെ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ തകർക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലെ റോമിനെ തകർക്കാനുള്ള ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ലോക്ക്ഡ് ബൂട്ട് ലോഡർ ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത് കൊടുക്കത്തില്ല. അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. ഫോൺ ബൂട്ട് ലൂപ്പ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് മാറും. അതായത് ബൂട്ടിംഗ് നടന്നുകൊണ്ടേയിരിക്കും, പക്ഷേ ബൂട്ട് ലോഡർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ലോഡ് ചെയ്ത് കൊടുക്കത്തില്ല. ആ ഒരു അവസ്ഥയാണ് നമ്മുടെ ബൂട്ട് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലോക്ക്ഡ് ബൂട്ട് ലോഡർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? എന്തെങ്കിലുമൊക്കെ മിസ്ലേനിയസ് ഫയലുകളോ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ
അത് ലോക്കഡ് ബൂട്ട് ലോഡർ ആണെങ്കിൽ അതൊന്നും അതിന് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ യാതൊരു മോഡിഫിക്കേഷൻ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് മോഡിഫിക്കേഷൻ മറ്റു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. ഉദാഹരണമായിട്ട് റൂട്ടിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്താൽ മാത്രമേ റൂട്ടിംഗ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളത് മെയിനായിട്ടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഒരു അഡ്വാൻസ് യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ ഫോൺ അഡ്വാൻസിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ബൂട്ട് ലോഡർ എങ്ങനെ അൺലോക്ക് ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ഇട്ട് തരാം. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്താൽ മാത്രമേ റൂട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു അഡ്വാൻസ് യൂസേഴ്സിനെ സംബന്ധിച്ച് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫോണിലെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം റിക്കവറി മോഡ്. നമ്മുടെ ഫോണിലും ഒരു റിക്കവറി മോഡ്, ഏതൊരു ഫോണിലും ഒരു റിക്കവറി മോഡ് ഉണ്ടാവും. പക്ഷേ